അല്ലാഹു 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 അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചില ആളുകൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ടത് റമളാനിലാണ് എന്ന്. അത് ശുദ്ധ അസംബന്ധമാണ്. സക്കാത്ത് ഒരിക്കലും പിന്തിപ്പിക്കാൻ പാടില്ല. വഹറുമ തഅഖീറുഹ, സക്കാത്ത് പിന്തിപ്പിക്കൽ ഹറാമാണ്. ബഅദ തമാമിൽ ഹൗലി, കൊല്ലം പൂർണ്ണമായതിന് ശേഷം സക്കാത്ത് പിന്തിപ്പിക്കൽ ഹറാമാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ഷഅബാനിൽ തുടങ്ങിയ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു മുതൽ പിറ്റത്തെ ഷഅബാൻ ആകുമ്പോൾ ഒരു കൊല്ലം പൂർത്തിയായി, ഇനിയിപ്പോൾ ഏതായാലും റമളാനല്ലേ വരാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് ഒരിക്കലും റമളാനിലേക്ക് പിന്തിപ്പിക്കാൻ പാടില്ല. പിന്തിപ്പിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്, അതല്ലാതെ അത് ഏറ്റവും അഹ്വജായ ആളുകൾക്ക് വേണ്ടിയിട്ട് കുറഞ്ഞൊക്കെ പിന്തിപ്പിക്കുക എന്നല്ലാതെ ഒരിക്കലും റമളാനിൽ നമ്മൾ ഒരിക്കലും അത് പിന്തിപ്പിക്കാൻ പാടില്ല. ചില നാട്ടിലൊക്കെ ഉണ്ട് റമളാൻ മാസം വരുമ്പോൾ ഒരു സക്കാത്ത് കൊടുക്കുക. അത് സുന്നത്തായ സ്വതക്കയാണ്. നിർബന്ധമായ സക്കാത്ത് കൊല്ലം പൂർത്തിയായാൽ ഉടനെ അവൻ്റെ മേലിൽ ബാധ്യതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന ഒരു പതിവ് രീതി എന്താ വെച്ചാൽ, നമ്മുടെയൊക്കെ വീടുകളിലേക്ക് പല സഹോദരിമാരും വരും. അപ്പോൾ അങ്ങനെ നമ്മൾ സക്കാത്ത് പൈസ അങ്ങ് എടുത്തു കൊടുക്കും. അങ്ങനെ എടുത്തു കൊടുത്താൽ ഒരിക്കലും അത് സക്കാത്തായി പരിഗണിക്കുക. കാരണം ഈ സ്ത്രീ ഒരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിക്കുന്നവളായിരിക്കാം. അങ്ങനെ ഭർത്താവിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഫക്കീറത്തൊന്നും പറയൂല. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായി കണക്കോടുകൂടെ നീയത്തോടുകൂടെ അവകാശികൾക്ക് കൊടുക്കുമ്പോഴാണ് സക്കാത്തായി മാറുക. അങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് സഹോദരിമാർ വരികയാണെങ്കിൽ നമ്മൾ ആ സക്കാത്തല്ല കൊടുക്കേണ്ടത്, മറിച്ച് സുന്നത്തായ സ്വതക്കകൾ കൊടുക്കുക. അതല്ലാതെ അത് കൊടുത്തിട്ട് സക്കാത്ത് വീടി എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ മേലിലുള്ള വലിയ ബാധ്യത ഒരിക്കലും ഒഴിവാവുകയില്ല. അതുകൊണ്ട് തന്നെ കൊല്ലം എപ്പോഴാണോ പൂർത്തിയാക്കുന്നത് അതടിസ്ഥാനത്തിൽ തന്നെ സക്കാത്ത് കൊടുക്കാൻ ബന്ധപ്പെട്ടവർ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.